ജീവിതത്തിൽ യഥാവിധിയും പാലിച്ച് യഥാർത്ഥ മുത്തത്തെയായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷയോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൂക്ഷിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരുമാറാവട്ടെ. പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്ന വേളയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം കേവലം 8 വയസ്സ് മാത്രമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വേദനിപ്പിച്ച, റസൂൽ തിരുമേനിയെ മാത്രമല്ല ബനൂ ഹാഷിമിനെയും അഹ്ലു മക്കയെയും ഒരേപോലെ വേദനിപ്പിച്ച വിയോഗമായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ മരണം എന്ന് പറയുന്നത്. വലിയ സ്ഥാനമുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന സുസമ്മതനായ നേതാവായിരുന്നു അദ്ദേഹം. ഹജ്ജ് തീർത്ഥാടനത്തിന് വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ജന്മന ഒരു നേതൃഗുണമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രയാസകരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നു. ഗോത്രപരമായ തർക്കങ്ങളിലും പ്രശ്നങ്ങളിലും പരിഹാരം നൽകിയിരുന്നത്, ആളുകൾക്കിടയിലുള്ള തർക്കങ്ങളിൽ വിധി പ്രസ്താവന നടത്തിയിരുന്നത്, മധ്യസ്ഥം വഹിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മരണവേളയിൽ അദ്ദേഹത്തെ വല്ലാതെ ആകുലപ്പെടുത്തിയത്, അദ്ദേഹത്തെ വല്ലാതെ ആശങ്ക ഉണ്ടാക്കിയത് തന്റെ പേരമകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിലായിരുന്നു. ആരാണ് തന്റെ പേരമകനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക. അതുകൊണ്ട് തന്നെ തന്റെ മക്കളിൽ ഏറ്റവും സമർത്ഥനായ അബൂ താലിബിനെ ആ ദൗത്യം, പ്രവാചകന്റെ സംരക്ഷണം എന്ന ഉത്തരവാദിത്വം അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. അബൂ താലിബ് ആവട്ടെ തന്റെ സഹോദരങ്ങളെ അപേക്ഷിച്ച് സമ്പത്ത് അല്പം കുറവുള്ള വ്യക്തിയായിരുന്നെങ്കിലും ദാനശീലത്തിലും മാന്യതയിലും ബുദ്ധിപൂർണതയിലും എല്ലാം മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല, അബ്ദുൽ മുത്തലിബിന്റെ ഗുണങ്ങൾ പാരമ്പര്യമായി ആർജിച്ചെടുത്ത മകൻ എന്ന വിശേഷണമായിരുന്നു അബൂ താലിബ് ഉണ്ടായിരുന്നത്. ആ ജനത അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അബൂ താലിബ് പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി ദുർബലനായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്നതിന്, വരുമാനം കണ്ടെത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്നതിന് ചെറുപ്രായത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുപ്രായത്തിൽ ആടിനെ മേയ്ക്കുന്നതിന് വേണ്ടി അവിടെ ഇറങ്ങിത്തിരിക്കുന്നത്. പിൽക്കാലത്ത് തന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആടിനെ മേയ്ക്കാൻ പോകുന്ന സന്ദർഭത്തെ ഓർത്തെടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുന്നുണ്ട്, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ വറഅൽ ഗനം. ആടിനെ മേയ്ക്കാത്ത ഒരു ദൂതനും ഇല്ല, ഒരു പ്രവാചകനുമില്ല. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ആശ്ചര്യത്തോടു കൂടി തിരുനബിയോട് ചോദിക്കുന്നുണ്ട്, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളും ആടിനെ മേയിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, നഅം കുന്തു അർആഹാ അലാ ഖറാരീത ലി അഹ്ലി മക്ക. മക്കയിലെ ഏതാനും ചില ആളുകൾക്ക് വേണ്ടി
വളരെ തുച്ഛമായ കൂലിക്ക് ഞാൻ ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖറാരീത്ത് എന്ന് പറഞ്ഞാൽ ദിർഹമിനും ദീനാറിനും താഴെയുള്ള വളരെ തുച്ഛമായ പ്രതിഫലത്തെ കുറിക്കുന്നതിന് വേണ്ടിയാണ് ഖറാരീത്ത് എന്ന് അറബിയിൽ ഉപയോഗിക്കുക. മറ്റൊരു ഹദീസിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമർരിൽ ദഹ്റാൻ നജ്ലിൽ കബാബ്. മർറുൽ ദഹ്റാൻ എന്ന പ്രദേശത്ത് വെച്ച് പ്രവാചകന്റെ കൂടെ ഞങ്ങൾ അറാഖിന്റെ ഫലങ്ങൾ മുറിച്ചെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, അലൈക്കും ബിൽ അസ്വദി മിൻഹു ഫഇന്നഹു അത്യബ്. നിങ്ങൾ അതിൽ കറുത്തതെടുക്കുക, അതാണ് അറാഖിന്റെ ഫലങ്ങളിൽ ഏറ്റവും രുചിദായകമായതും ഏറ്റവും നല്ലതും. ഇത് കേട്ടപ്പോൾ അവർ റസൂലിനോട് ചോദിച്ചു, അകുന്ത തറഅൽ ഗനമ യാ റസൂലല്ലാഹ്, ഈ അറാഖിന്റെ ഫലത്തെക്കുറിച്ച് പോലും താങ്കൾക്ക് കൃത്യമായ ധാരണയുണ്ടല്ലോ നബിയെ. സാധാരണ ആട്ടിടയന്മാർക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വകയുള്ളത്. താങ്കൾ ആടിനെ മേയിച്ചിട്ടുണ്ടോ നബിയെ, പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നൽകിയ മറുപടി, ഖാല നഅം വഹൽ മിൻ നബിയ്യിൻ ഇല്ലാ റആഹ. ആടിനെ മേയ്ക്കാത്ത ഏതെങ്കിലും ഒരു പ്രവാചകൻ ഈ ഭൂമി ലോകത്തുണ്ടോ? അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇഫ്തഖറ അഹ്ലുൽ ഇബ്ലി വ അഹ്ലുൽ ഗനം. ആട്ടിടയന്മാരും ഒട്ടകത്തെ മേയ്ക്കുന്ന ആളുകളും തമ്മിൽ പരസ്പരം അവർ പെരുമ നടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. പെരുമ നടിച്ചുകൊണ്ട് അവർ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ മൂസ വഹുവ റാഇ ഗനം വബുഇസ ദാവൂദു വഹുവ റാഇ ഗനം. മൂസ പ്രവാചകൻ ആട്ടിടയനായിരുന്നു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ആടിനെ മേയ്ച്ചിരുന്നു. വബുഇസ്തു വഅന അർആ ഗനമിൻ ലിഅഹ്ലി ബിഅജിയാദി മക്ക. മക്കയിലെ ഇന്ന സ്ഥലങ്ങളിൽ ഞാനും ആടിനെ മേയ്ച്ച് നടന്നിരുന്നു, ഞാനും പിന്നീട് പ്രവാചകനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ അവിടുന്ന് അനുസ്മരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള എല്ലാ അമ്പിയാക്കളും ആടിനെ മേയ്ച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം പ്രവാചകത്വത്തിന് മുമ്പ് ആടുകളെ മേയ്ക്കുക എന്ന ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകി എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പണ്ഡിതന്മാർ എന്തുകൊണ്ട് പ്രവാചകന്മാർ അവരുടെ പ്രവാചകത്വത്തിന് മുമ്പേ ആടിനെ മേയ്ച്ചു എന്നതിന് നൽകിയ വിശദീകരണം, പ്രവാചകന്മാർക്ക് സമൂഹത്തെ നയിക്കാനുള്ള ദൗത്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ നയിക്കാൻ ചില യോഗ്യതകൾ, ചില ക്വാളിഫിക്കേഷൻ അവർ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ജനപ്രതിനിധികളാകുവാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ട്, നേതാവാകുവാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ഈ യോഗ്യതയുണ്ടായിരിക്കണമെന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രവാചകത്വത്തിന് മുമ്പുള്ള ആടുമേയ്ക്കലിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം അൽ ഖറാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആട്ടിടയന്മാർ അവർ പ്രവാചകന്മാരെ ആട്ടിടയന്മാരാക്കി എന്നതിന്റെ ഹിക്മത്ത് എന്ത് എന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉൽഹിമ കുല്ലു നബിയ്യിൻ ഫീ സിഗരിഹി നിഹായത്തുൽ ഖനം. എല്ലാ പ്രവാചകന്മാരും അവരുടെ ബാല്യകാലത്ത് ആടിനെ മേയ്ക്കുന്നവരായിരുന്നു. എന്തുകൊണ്ട്? ലിയതഅവ്വദ അലാ സിയാസത്തിൻ നാസ്. ജനങ്ങളെ ഭരിക്കുന്നതിനുള്ള പരിശീലനം നേടാൻ വേണ്ടിയാണ് അവർ ആടിനെ മേയ്ച്ചത്. ലഅന്നഹു ഫിൽ ഖനബി യംനഉ ഖവിയ്യഹാ അൻ ളഈഫിഹാ. ആട്ടിടയൻ തന്റെ ആടിനെ മേയ്ക്കുന്ന സന്ദർഭത്തിൽ അതിൽ ശക്തരായ ആളുകളുടെ ദ്രോഹത്തിൽ നിന്ന് ദുർബലരെ തടയുന്നു ആട്ടിടയൻ. വയസീറു ബിസൈരി അദ്നാഹ. അതിന്റെ കൂടെ എവിടേക്കും സഞ്ചരിക്കുന്നു ഇടയൻ. വയർഫഖു ബിസിഹാരിഹ. അതിലെ ചെറിയ കുഞ്ഞുങ്ങളോട് വാത്സല്യപൂർവ്വം അനുകമ്പയോടുകൂടി ഇടയന് വർത്തിക്കാൻ സാധിക്കുന്നു. വയുഹിബ്ബു ശഅസഹാ ഫീ സഖിഹാ വമർആഹ. വെള്ളം കുടിക്കുമ്പോഴും അത് മേച്ചിൽ നടത്തുമ്പോഴൊക്കെയും ആട്ടിടയന് അവരെ കൃത്യമായി വ്യവസ്ഥപ്പെടുത്താൻ, കോർഡിനേറ്റ് ചെയ്യാൻ ഈ ഇടയന് സാധിക്കുന്നു. വകദാലിക ബിഉമ്മതിഹി യഫ്അലു ഇൻദ നുബുവതിഹി. ഇത് തന്നെയാണ് പ്രവാചകന്മാർക്ക് തങ്ങളുടെ സമൂഹവുമായി ബന്ധപ്പെട്ട്
ഒരു ആട്ടിടയന്റെ പണിയാണ് ഒരു സമൂഹത്തിന്റെ ജനപ്രതിനിധിക്ക് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ ദുർബലരെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത്, അശമരായ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത്, അടിച്ചമർത്തപ്പെട്ട ആളുകളോടൊപ്പം അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത്, ശക്തരിൽ നിന്ന് അക്രമികളിൽ നിന്ന് ദുർബലരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, ഇരകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, ഇരകളുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, അവർക്ക് ജനങ്ങളുടെ ജനപ്രതിനിധിയാകാൻ യോഗ്യതയില്ല എന്നതാണ് വിശുദ്ധ ഖുർആന്റെ കൃത്യമായ സന്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുവെച്ചിരുന്നു എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ഇമാം അൽ ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിന് വിശദീകരണം നൽകുന്നത് വഖസ്സൽ ഗനമ ലിഅന്നഹാ അദ്അഫു മിൻ ഗൈരിഹാ, എന്തുകൊണ്ട് ആട്ടിടയനായി പ്രവാചകന്മാരെ ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നത് പഠിക്കുമ്പോൾ ആട് ദൗർബല്യത്തിന്റെ പ്രതീകമാണ്. ദുർബലരുടെ കൂടെ നിൽക്കുക എന്നതാണ്, കരുണയോടുകൂടി അനുകമ്പയോടുകൂടി അവരോട് നിൽക്കുക എന്നതുകൊണ്ടാണ് ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പ്രവാചകന്മാരുടെ ആടുമേയ്ക്കലുമായി ബന്ധപ്പെട്ട അതേ കാരണം തന്നെയാണ് അദ്ദേഹവും കൃത്യമായി ഈ ഹദീസ് വിലയിരുത്തിക്കൊണ്ട് പറയുന്നത്. ആട് ദുർബലമായതുകൊണ്ട് തന്നെ, കൂടാതെ അത് ശിഥിലമായതുകൊണ്ടാണ്. ശിഥിലമായ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ദുർബലരെ പ്രതിരോധിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നത് യഥാർത്ഥത്തിൽ ഒരു നേതാവിന്റെ ക്വാളിറ്റിയാണ്. ആടിനെ മേയ്ക്കുന്ന പ്രവാചകന്മാർക്ക് ശിഥിലമായി പോകുന്ന ആട്ടിൻകൂട്ടങ്ങളെ എത്രത്തോളം ചേർത്ത് നിർത്താൻ കഴിയുമോ അതിനേക്കാൾ മനോഹരമായി ആടിനെ മേയ്ച്ച പ്രവാചകന്മാർക്ക് വിഘടിച്ചു പോയ മനുഷ്യരെ ചേർത്ത് നിർത്താൻ ഒരു ജനപ്രതിനിധിക്ക് സാധിക്കുമെന്നതുകൊണ്ടാണ് എന്ന് ഇമാം ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുകയാണ്. അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആട് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെയും ദൗർബല്യത്തിന്റെയും പ്രതീകമായിരുന്നു. ഇന്ന് ആട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ധനാഢ്യതയുടെ വലിയ വിലയുടെ അടയാളമാണ് നമ്മുടെ കാലത്ത്. ഒട്ടകം എന്ന് പറയുന്നത് ആഢ്യത്വത്തിന്റെയും കുലീനതയുടെയും പ്രതീകമായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് അദ്ദേഹം ഹിജ്റ ചെയ്തു വരുന്ന ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. ദരിദ്രനാരായണനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിവാഹം കഴിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരുമ്പോൾ റസൂൽ ദരിദ്രനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട്, സമ്പന്നനാവുന്നതിന് മുമ്പുള്ള അബ്ദുറഹ്മാനോട് റസൂൽ പറയുന്നത്, ഔലിം വലൗ ബിശാത്തിൻ, താങ്കൾ ഒരു വലീമ ഒരുക്കുക, ഒരു സദ്യ ഒരുക്കുക, ഒരു ചെറിയ ആട്ടിൻ കുഞ്ഞിനെ കൊണ്ടാണെങ്കിലും എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നത് ആട് ആ സമൂഹത്തിലെ ദൗർബല്യത്തിന്റെ സുലഭമായ ഒന്നായിരുന്നു എന്നതിന്റെ പേരിലാണ്. ദാരിദ്ര്യത്തിന്റെ പ്രതീകമായിരുന്നു ആട്. ചുരുക്കത്തിൽ ദുർബലരുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് ഒരിക്കലും സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ, ജനപ്രതിനിധികൾ ആകുവാനുള്ള യോഗ്യതയില്ല എന്നതാണ് ഈ സന്ദർഭം വിശദീകരിച്ചു തരുന്നത്. വളരെ സുപ്രസിദ്ധമായ ഒരു ചരിത്രത്തിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമൻ നേതാവായ ഹിറക്കലിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കത്തയക്കുന്നുണ്ട്. സന്ദേശമെത്തിയ ഉടനെ റോമിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഖുറൈശിയെ കൊണ്ടുവരാൻ ഹിറക്കൽ ആവശ്യപ്പെടുമ്പോൾ ആ സൗഭാഗ്യം മഹാനായ അബൂ സുഫിയാനെയാണ് ആ സൗഭാഗ്യം തേടിയെത്തുന്നത്. അബൂ സുഫിയാൻ റോമൻ രാജാവ് ഹിറക്കലിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അബൂ സുഫിയാനോട് ഹിറക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മക്കയിൽ രംഗപ്രവേശനം വന്ന ഈ പുതിയ പ്രവാചകന്റെ കൂടെ ദൈവദൂതൻ എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന ആ മനുഷ്യന്റെ അനുയായികൾ ആരാണ്? ദുർബലരാണോ അതോ സമൂഹത്തിലെ പ്രമാണിമാരാണോ? അബൂ സുഫിയാൻ പറഞ്ഞ മറുപടി, ദൈവദൂതനായി അവരോധിക്കപ്പെട്ട ആ പ്രവാചകന്റെ കൂടെയുള്ള അണികളിൽ ഭൂരിപക്ഷവും ദുർബലരായിട്ടുള്ള മനുഷ്യരാണ്. ഇത് കേട്ട് ഹിറക്കിൽ പറഞ്ഞ വർത്തമാനം ചരിത്രത്തിൽ കാണാം. ഉലൈക അത്ബാഉർ റസൂൽ, പ്രവാചകന്മാരുടെ അനുയായികൾ, അനുചരന്മാർ യഥാർത്ഥത്തിൽ സമൂഹത്തിലുള്ള
താഴേക്കിടയിലുള്ള അവശത അനുഭവിക്കുന്ന ദുർബലരായിരുന്നു എന്ന് അബൂ സുഫിയാൻ പറയുമ്പോൾ അത് പ്രവാചകനാണ് എന്ന് ഇറക്കിൽ ഉറപ്പിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാർ ആഡംബരത്തിൽ ജീവിക്കുന്നവരായിരുന്നില്ല, സുഖലോലുപതയിൽ വളർന്നവരായിരുന്നില്ല പ്രവാചകന്മാർ. കാരണം അവർ ആട്ടിടയന്മാരായിരുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ അവർ സുഖലോലുപന്മാരായിരുന്നില്ല. ആട്ടിടയന്മാർ അമ്പലചുംബികളായ കൊട്ടാരങ്ങളിൽ വസിക്കുന്നവരല്ലല്ലോ. ദൂർത്തും ദുർവ്യയവും ശീലമാക്കിയവരല്ലവർ. അതികഠിനമായ ദാഹം സഹിച്ചുകൊണ്ട്, ഉഷ്ണം സഹിച്ചുകൊണ്ട് ദാഹിച്ചു വലഞ്ഞ് ജീവിക്കുന്നവരാണവർ. ഉണങ്ങിപ്പറഞ്ഞ റൊട്ടിക്കഷ്ണങ്ങൾ മാത്രം കഴിക്കുന്ന ആട്ടിടയന്മാർ. ജീവിതത്തിന്റെ കാഠിന്യമെല്ലാം അനുഭവിച്ച് പദം വന്ന ഒരു കൂട്ടം മനുഷ്യർ. അത്തരം മനുഷ്യരെ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഹിക്മത്ത് എന്ത് എന്ന് ചോദിച്ചാൽ, ആടിനെ മേയ്ച്ച പ്രവാചകന്മാർ തന്നെയായിരിക്കണം ആടുകളെ മേയ്ക്കേണ്ടത് എന്ന കൃത്യമായ ഔന്നിത്യബോധം. ആ ബോധമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർക്ക് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഹിക്മത്തിലൂടെ പടച്ചവൻ കൈമാറിയത്. ജനപ്രതിനിധികളുടെ ദൗത്യം യഥാർത്ഥത്തിൽ ആട്ടിടയന്മാരുടെ ദൗത്യമാണ്. ആളുകളെ സേവിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരിലെ ദുർബലരെ പ്രതിരോധിക്കുക, അവരുടെ കൂടെ നിൽക്കുകയും അവരുടെ കൂടെ കിടന്നുറങ്ങുകയും ചെയ്യുക. ആടുകളുടെ കൂടെ താമസിക്കുന്ന ആട്ടിടയന്മാർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിന്റെ ഭാഗത്ത് നിന്ന് ദുർഗന്ധങ്ങൾ ഉണ്ടായേക്കാം, അവരിൽ നിന്ന് മാലിന്യങ്ങൾ പുറണ്ടേക്കാം. പക്ഷെ ഈ ദുർഗന്ധങ്ങൾ സഹിച്ചുകൊണ്ട്, മാലിന്യങ്ങൾ പേറിക്കൊണ്ട് ആ അവശരായ മനുഷ്യരുടെ ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. മടുത്തു പോവാൻ പാടില്ല, അകന്നു പോവാൻ പാടില്ല, എല്ലായ്പ്പോഴും അവരുടെ കൂടെയായിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ഉത്തരവാദിത്വം അതായിരുന്നല്ലോ. എത്രയെല്ലാം പീഡന പർവ്വങ്ങൾ ഏറ്റെടും അബൂജഹലിന്റെ കൂടെ ഉത്ബയോടൊപ്പം ശൈബയോടൊപ്പം കെഞ്ചി നടന്ന പ്രവാചകൻ, മടുത്തു പോവാത്ത പ്രവാചകൻ. ഒരുപക്ഷെ റസൂലെ, താങ്കൾ അവരുടെ പിറകെ നടന്ന് താങ്കളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്, ഉബൂനി ഫീ ദുഅഫായിക്കും, നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരേണ്ടുന്നത് ഈ നാട്ടിലെ പ്രമാണിമാരുടെ കൊട്ടാരങ്ങളിലേക്കോ പ്രമാണിമാരുടെ അരമനകളിലേക്കോ നിങ്ങൾ അന്വേഷിച്ചെത്തിയാൽ എന്നെ അവിടെ കാണാൻ കഴിയില്ല. നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് ബിലാലിനോടാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടുന്നത് അമ്മാർ ഇബ്നു യാസിറിനോടാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടുന്നത് സൽമാനുൽ ഫാരിസി എന്ന പാവപ്പെട്ടവനോടാണ്. അവിടെ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. ഹൽ തുൻസറൂന വ തുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും, ബിലാലിന്റെ പ്രാർത്ഥനകളാണ്, അമ്മാറിന്റെ പ്രാർത്ഥനകളാണ്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ പ്രാർത്ഥനകളാണ് ലോകത്തിന്റെ കാവൽ. ഹൽ തുൻസറൂൻ, നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്, വ തുർസഖൂൻ, നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് ഈ അശനരനായ മനുഷ്യരെ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നാം തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, നാം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായ ഒരു വിവരണമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അരമനകളിൽ ജീവിക്കുന്നവർക്ക്, സുഖലോലുപതയിൽ ആറാടുന്നവർക്ക്, അവർക്കല്ല, ജനങ്ങളുടെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കല്ല, ദരിദ്രരുടെ അവകാശം, ദുർബലരുടെ അവകാശം പിടിച്ചു വാങ്ങി പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർക്കാണ് നിങ്ങൾ വോട്ട് നൽകേണ്ടുന്നത്, നിങ്ങൾ കൂട്ടു നിൽക്കേണ്ടുന്നത്, നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആടിനെ മേയ്ക്കുക എന്ന ഈ ജോലിയാണ് പ്രവാചകന്മാരെ അവരുടെ ഉത്തരവാദിത്വത്തിന്, വിജയകരമായ ദൗത്യ നിർവഹണത്തിന് അവരെ സഹായിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപറ്റം ജനപ്രതിനിധികളെ കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട്. ഇന്ന ശർറ റിആഇ അൽ ഖുതമ, അറിയണം, ഏറ്റവും മോശപ്പെട്ട ഇടയന്മാർ, ഏറ്റവും മോശപ്പെട്ട ജനപ്രതിനിധികൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അൽ ഖുതമ, അവർ ഉത്തമകളാണ്. എന്താണ് ഉത്തമകൾ എന്ന് പറഞ്ഞാൽ? കാലികളെ മർദ്ദിക്കുന്ന, അതിനോട് വളരെ പരുഷമായി പെരുമാറുന്ന, ഒരു ദയയും കാണിക്കാതെ അവയെ തെളിച്ചുകൊണ്ട് നടക്കുന്ന, എന്നിട്ട് അതിനെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന മനുഷ്യന്മാരെ അവരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കാത്ത ഭരണാധികാരികളാണ് ഏറ്റവും മോശപ്പെട്ട ജനപ്രതിനിധികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സമൂഹത്തെ നശിപ്പിക്കുന്ന ഭരണാധികാരികളാണ് അവർ.
ഓരോ നേതൃത്വവും തന്റെ കീഴിലുള്ള, തന്റെ സംരക്ഷണത്തിന്റെ കീഴിലുള്ള, തന്റെ വാർഡിലുള്ള, തന്റെ പഞ്ചായത്തിലുള്ള ഓരോരുത്തരെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. ഒരു ഇടയൻ തന്റെ കീഴിലുള്ള ആട്ടിൻപറ്റങ്ങളെ കുറിച്ച്, ആട്ടിൻകൂട്ടത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ ആട്ടിൻകൂട്ടങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം, അവയെ പ്രതിരോധിക്കുവാനുള്ള ഉത്തരവാദിത്വം, അവയെ നിർഭയത്വത്തിന്റെ തീരെ തടുപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ഇടയനുമുള്ളതുപോലെ വാർഡിലെയും പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും രാഷ്ട്രത്തിലെയും നേതാവിനുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ ഒരിടയനെ കുറിച്ച് പറയുന്നുണ്ട്. സദാസമയവും കയ്യിൽ ആടിനെ മേയ്ക്കുന്ന വടിയുമായി നടന്നിരുന്ന ഇടയൻ സയ്യിദനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസായുടെ വടി, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പ്രത്യേകം ചർച്ചയ്ക്ക് പരാമർശപ്പെടുന്നത് നമുക്ക് നിരന്തരമായി വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ മൂസയുടെ വടി വിഷയീഭവിക്കുന്നത് കാണാൻ കഴിയും. സദാസമയവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ഒടുവിൽ ആടിനെ മേയ്ക്കുന്ന ആ വടി മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രവാചകത്വത്തിന്റെ ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ട്. വമാ തിൽക ബിയമീനിക യാ മൂസ. അല്ലാഹുവിനെ കാണാൻ വന്നതാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലോകത്തൊരു പ്രവാചകനും സൗഭാഗ്യം ലഭിക്കാത്ത മഹാസൗഭാഗ്യം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ലഭിച്ചപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോഴുമുണ്ട് ഒരു വടി. അല്ലേ മൂസ, വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ, താങ്കളുടെ വലത് കയ്യിൽ എന്താണുള്ളത്? ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റ. സൂറത്ത് താഹയിൽ മൂസാ നബിയോടുള്ള അല്ലാഹുവിന്റെ ചോദ്യവും ആ മറുപടിയും കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത് ഹാദാ അസായി ഹിയ അസാ, അതെന്റെ വടിയാണ്. അതവക്കഉ അലൈഹാ, ഞാൻ അതിനെ ഊന്നുവടിയായി ഉപയോഗിക്കാറുണ്ട്. ഇതെന്റെ ആടുകൾക്ക് ഇല കൊടുക്കുന്നതിന് വേണ്ടി, ഇല പൊഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. വലിയ ഫീഹാ മആരിബു ഉഖ്റ, എനിക്കിതുകൊണ്ട് മറ്റു ചില ആവശ്യങ്ങളുമുണ്ട്. സദാസമയം കയ്യിൽ വടിയുമായി നടന്നിരുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആട്ടിടയനായിരുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ദുർബലരായ, അടിച്ചമർത്തപ്പെട്ട, അന റബ്ബുകുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ ദൈവം എന്ന അവകാശവാദം ഉന്നയിച്ച് ജനങ്ങളെ അടിച്ചമർത്തിയിരുന്ന ഫറോവയ്ക്ക് കീഴിലുള്ള ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത് അന്ന് തൂർ സീനാ പർവ്വതത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ വടി ഉപയോഗിച്ച് മൂസാ നബി അലൈഹിസ്സലാം ഒരു സ്വേച്ഛാധിപതിയെ തളയ്ക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ റസൂല റബ്ബിക ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും ഖദ് ജിനാക ബിആയത്തിൻ മിർ റബ്ബിക വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. ലോകം കണ്ട, ചരിത്രം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയുടെ മുമ്പിൽ ആട്ടിടയനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം കടന്നു നിന്നിട്ട് ഫിർഔനോടും അവന്റെ കിങ്കരന്മാരോടും പറയുന്ന വർത്തമാനം ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും, ഇതെന്റെ മക്കളാണ്. ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ, അതുകൊണ്ട് ബനി ഇസ്രായേലിനെ എന്റെ കൂടെ താങ്കൾ അയക്കണം. വലാ തുഅദ്ദിബുഹും, അവരെ ശിക്ഷിക്കരുത്, മര്യാദയ്ക്ക് അവരെ പറഞ്ഞു വിടണമെന്ന് കടുകുയർത്തിപ്പിടിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ അവകാശത്തെ കൂട്ടിയുറപ്പിക്കുന്നുണ്ട്. സ്വേച്ഛാധിപതിയിൽ നിന്ന് കൈപിടിച്ച് അദ്ദേഹം അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. വടികൊണ്ട് തുടങ്ങിയ കഥയാണ് മൂസാ പ്രവാചകന്റെ കഥ. ഇടയബാലന്റെ വടികൊണ്ട് തുടങ്ങിയ ആ കഥ അതേ വടികൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഫറോവയെ മുക്കുന്നതിന് വേണ്ടി കടൽ രണ്ടായി പിളർത്തിയ സന്ദർഭത്തിൽ ഫഔഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ ഫൻഫലക ഫകാന ഫീ കുല്ലി ഫിറഖിൻ കത്തൗദിൽ അളീം. വലിയ പർവ്വതത്തെ പോലെ മാറി നിന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കാൻ പറഞ്ഞു. സമുദ്രത്തിൽ വടികൊണ്ടടിച്ച സമുദ്രം അതിന്റെ രണ്ട് ഭാഗങ്ങളിലേക്ക് മാറി നിന്നു. ആട്ടിടയന്റെ വടിയിൽ നിന്ന് തുടങ്ങി ഒരു സ്വേച്ഛാധിപതിയുടെ അന്ത്യം വരെ ആ വടി കൊണ്ട് ചെന്നെത്തിച്ച വിശുദ്ധ ഖുർആൻ ഒരു വലിയ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്നത്. നിങ്ങൾക്ക് ജനപ്രതിനിധികളാകണമോ? നിങ്ങൾക്ക് ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കണമോ? നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം, നിങ്ങളുടെ അധികാരം നിങ്ങൾ ജനങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ റൗണ്ടിങ് നിങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്നുണ്ടോ?
മൂസാ നബി അലൈഹിസ്സലാം സൂക്ഷിച്ചിരുന്നത് പോലൊരു വടി, ആ ഇടയന്റെ വടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നതാണ് ഒരു വിശ്വാസിയായ നേതൃഗുണമുള്ള ഒരു മനുഷ്യനോട്, വിശ്വാസിയായ നേതൃമോഹിയായ ഒരു മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒന്നാമത്തെ പാഠം. ദുർബലരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, അക്രമികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഇതാണ് പഠിപ്പിക്കുന്നത്. മക്കയുടെ താഴ്വാരങ്ങളിൽ നിന്ന് ആടിനെ മേച്ചു നടന്നിരുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ദുർബലരെ തങ്ങളുടെ ചുമലിൽ ഏറ്റുവാൻ മാത്രം സാക്ഷാൽ കഅബയുടെ ഔന്നത്യത്തിൽ അതിന്റെ മുകളിൽ കയറ്റി ബിലാലിനെ നിർത്താൻ മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നേതൃഗുണം കൊണ്ട് അവിടുത്തെ സാധിച്ചിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം ഔന്നത്യപൂർണമായ നേതൃകാഴ്ചപ്പാടാണ് ദീനുൽ ഇസ്ലാം പ്രവാചകന്മാർക്കും നേതാക്കന്മാർക്കും നൽകിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സഹാബിയെ കുറിച്ച് കൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു, റദീഫുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ യാത്രയിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻസീറ്റിലിരിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു റസൂലിന്റെ കൂടെ എന്നും പ്രവാചകന്റെ പിൻസീറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. റസൂലിന്റെ കൂടെ എന്നും യാത്രയിലുണ്ടായിരുന്ന സഹാബി, ആട്ടിടയനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കുന്നത് കാണാൻ കൊതിയോടുകൂടി നഗരത്തിന്റെ അതിർത്തിയിൽ കണ്ടും നട്ടിരുന്ന ദിനങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. ഖദിമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വഅന ഫീ ഹുനൈമാത്തിൽ ലിഅർഅ. റസൂൽ മദീനയിൽ വരുമ്പോൾ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫമാ ഇൻ തനാഹാ ഇലയ്യ ഖബറു ഖുദൂമിഹി ഹത്താ തറക്തുഹാ വമളൈതു ഇലൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന വിവരം അറിഞ്ഞ് ഞാൻ എൻ്റെ ആടുകളെ ഉപേക്ഷിച്ചിട്ട് റസൂലിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഞാൻ ആടുകളുടെ അടുത്തേക്ക് മടങ്ങി. വകുന്തു ശദീദൽ ഇഷ്ഫാഖി അലാ ഹുനൈമാതി. എനിക്ക് ആടുകളോട് വല്ലാത്ത കാരുണ്യവും ദയവും ഉള്ള മനുഷ്യനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ആടിനെ ഉപേക്ഷിച്ചിട്ട് പോയതിന്റെ സങ്കടത്തിൽ വീണ്ടും ഞാൻ വന്ന് ആടിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി. പക്ഷെ റസൂലിനെ കാണാനുള്ള അതിരറ്റ കൊതി കാരണം വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ പോയി എന്ന് ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു തആല പറയുന്നുണ്ട്. നേരെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരാന്തയിൽ അഹ്ലുസ് സുഫയുടെ കൂട്ടത്തിൽ റസൂലിന്റെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടി ദുനിയാവിൽ ഇതുവരെയും ആട് കഴിച്ച് നടന്നോ ഒന്നും സമ്പാദിക്കാത്ത ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു അഹ്ലുസ് സുഫയിൽ പ്രവാചകന്റെ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ഇടയൻ, വിവരമില്ലാത്ത ഒരു മനുഷ്യൻ, ആടുകളെ മാത്രം മേഞ്ഞു നടന്നിരുന്ന ഒരു മനുഷ്യൻ, ആടിന്റെ മാലിന്യങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ സഹാബിവര്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദമാസ്കസിലെയും ഈജിപ്തിലെയും ഗവർണറായിക്കൊണ്ടാണ്. ഒന്നും ഉടമപ്പെടുത്താത്ത ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചരിത്രത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ചിത്രം മറ്റൊന്നായിരുന്നു. ആടുകളെ നയിച്ച പരിചയം കൊണ്ട് മാത്രം ഇസ്ലാമിക ചരിത്രത്തിലെ അതിമഹത്തായ വിജയങ്ങളിൽ പങ്കാളിയാവുകയും ഡമാസ്കസിന്റെയും ഈജിപ്തിന്റെയും ഗവർണറായി തീരുകയും ചെയ്തുവെങ്കിൽ ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റആഹ. ആട് മേയ്ക്കാത്ത ഒരു പ്രവാചകനും ലോകത്തുണ്ടായിട്ടില്ല. ആടുകളെ സ്നേഹിക്കാത്തവരെ, ദുർബലരെ സ്നേഹിക്കാൻ കഴിയാത്ത, അവരോട് പ്രതിരോധിക്കാൻ കഴിയാത്ത, അവരോട് അനുകമ്പ കാണിക്കാൻ കഴിയാത്ത, അവരുടെ കൂടെ പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിക്കും ജനപ്രതിനിധിയാകാൻ യോഗ്യതയില്ല. ആഡംബരമല്ല, സമ്പന്നതയല്ല, കുലീനതയല്ല, തറവാടിത്തമല്ല, നേരെ മറിച്ച് വളരെ പ്രയാസകരമായ ജീവിതം സഹിക്കാൻ തയ്യാറുള്ള ത്യാഗസന്നദ്ധതയുള്ള വ്യക്തികളാണ് യഥാർത്ഥത്തിൽ നേതൃഗുണങ്ങളിലേക്ക്, നേതൃസ്ഥാനങ്ങളിലേക്ക് അവരോധിക്കപ്പെടേണ്ടുന്നത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. എല്ലാവരും ഇടയന്മാരാണ്. കുടുംബനാഥൻ ഇടയനാണ്. വീട്ടിലെ വലിയ സഹോദരൻ ഇടയനാണ്. വീട്ടിലെ മാതാവും പിതാവും ഇടയനാണ്. ഓരോ മനുഷ്യരെ കുറിച്ചും അവരുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ഉന്നയിക്കപ്പെടും. എനിക്ക് എത്ര ഭൂരിപക്ഷം ഉണ്ട് എന്നല്ല നോക്കേണ്ടുന്നത്, എന്റെ വാർഡിൽ എത്ര വോട്ടർമാരുണ്ട് എന്നല്ല നോക്കേണ്ടുന്നത്, എത്ര ആളുകളുടെ പേരിൽ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ എനിക്ക് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളെ മതിക്കേണ്ടുന്നത്. അത്തരം ആളുകളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ
ത്യാഗസന്നദ്ധതയുള്ള മനുഷ്യരെ വിജയിപ്പിച്ചെടുക്കാൻ, സമൂഹത്തിന് ഗുണമുള്ള പടച്ചവനെ പേടിയുള്ള മനുഷ്യരെ വിജയിപ്പിച്ചെടുക്കാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നേതൃത്വങ്ങളെ, നല്ല മനുഷ്യരെ നാടിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول